പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 നെക്സ്റ്റ് പോർഷനാണ് ലീനിയർ ഗ്രോത്ത് ആൻഡ് ലീനിയർ ഡീകേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മുൻപുള്ള പോർഷൻസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് വീഡിയോസ് കാണണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാനായിട്ട് സാധിക്കുമേ. അപ്പോൾ നമ്മൾ എക്സാമ്പിളിലൂടെയാണ് ഈ ഒരു പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലീനിയർ ഗ്രോത്തും ലീനിയർ ഡീക്കേയും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ലീനിയർ എക്സ്പ്രഷൻസ് ഹെൽപ്പ് ടു മോഡൽ സിറ്റുവേഷൻസ് ഓർ ഫിനോമിന വേർ ദർ ഈസ് ഗ്രോത്ത് ഓർ decline. Consider the following examples. The cost of a journey is given by the linear function CD is equal to 100 plus 60D. ഇവിടെ C of D എന്ന് പറയാൻ കാരണം നമ്മൾക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഡിയിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. എക്സ്പ്രഷനിലെ വേരിയബിൾ ഡി ആയതുകൊണ്ട്. വേർ C indicates total cost in rupees. അപ്പോൾ സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റിനെയാണ്. ആൻഡ് ഡി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ കിലോമീറ്റർ. ഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതിനെ കിലോമീറ്ററിലാണ് കാണിക്കുന്നത് കേട്ടോ. ലെറ്റ് us മേക്ക് എ ടേബിൾ ഓഫ് വാല്യൂ ഫോർ ഡി വേരിയിങ് ഫ്രം 0 to 10 കിലോമീറ്റർ ആൻഡ് ഷോ ഹൗ ദ കോസ്റ്റ് ഇൻക്രീസസ് ഫോർ എവറി കിലോമീറ്റർ. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് 0 തൊട്ട് 10 വരെ വേരി ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ടേബിളാണ്. എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ഒരു ടേബിളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഡിസ്റ്റൻസ് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സി ഈസ് ഈക്വൽ ടു 100 പ്ലസ് 60D ആണ് നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നോക്കിയ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡി 0, ഡിക്ക് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് എന്ത് വരും? സി ഈസ് ഈക്വൽ ടു 100 പ്ലസ് 60 ഇൻറ്റു 0 ദാറ്റ് ഈസ് 0. അപ്പോൾ സി എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. അതാണ് ദാ ഫസ്റ്റ് കോളം. ഡിസ്റ്റൻസ് 0 ആയിരുന്നപ്പോൾ കോസ്റ്റ് 100 ആണ്. ഇനി D1, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് 1 കിലോമീറ്റർ. അപ്പോൾ കോസ്റ്റ് എന്ത് വരും? 100 പ്ലസ് 60 ഇൻറ്റു ഡിക്ക് നമ്മൾ 1 എന്ന് കൊടുക്കുന്നു ഇസ് ഈക്വൽ ടു 160. അപ്പോൾ കോസ്റ്റ് 160 ആയി. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് 2 കിലോമീറ്റർ. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 100 പ്ലസ് 60 ഇൻറ്റു 2. 60 ഇൻറ്റു 2 120, 120 പ്ലസ് 100 220. അപ്പോൾ കോസ്റ്റ് എന്തായി? 220 ആയി. ഇങ്ങനെ ഇവിടെ ഡിക്ക് നമ്മൾ 1 തൊട്ട് 2, 3, 4, 5, 6, 7 അങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന കോസ്റ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ 5 കിലോമീറ്റർ വരെയുള്ളത് ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓരോ ഇതിലും 1 കിലോമീറ്റർ വെച്ച് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് കോസ്റ്റ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇവിടെ ഇൻക്രീസ് ആകുന്നുണ്ട്. അതെത്രയാണ്? 60 റുപ്പീസ് 60 വെച്ചിട്ട് ഇവിടെ ഇൻക്രീസ് ആവുന്നുണ്ട്. ഈ എക്സാമ്പിൾ നമുക്ക് ലീനിയർ ഗ്രോത്തിന് എക്സാമ്പിളായിട്ട് എടുക്കാം. ലീനിയർ ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ? ഇവിടെ നോക്കിയേ, ആസ് ദ വാല്യൂ ഓഫ് ഡി ഇൻക്രീസസ് ബൈ 1 കിലോമീറ്റർ ദ വാല്യൂ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഫംഗ്ഷൻ സി ഇൻക്രീസസ് ബൈ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് 60. ഡിസ്റ്റൻസ് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് കോസ്റ്റും എന്താകുന്നുണ്ട്? ഇവിടെ ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലീനിയർ ഗ്രോത്ത് ആണ്. ഇനി നോക്കിയാൽ തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഫോർ ട്രാവലിംഗ് 15 കിലോമീറ്റർ? അപ്പോൾ ഇവിടെ 5 വരെയുള്ള കിലോമീറ്ററിൻ്റെതേ തന്നിട്ടുള്ളൂ. അപ്പോൾ 15 കിലോമീറ്റർ ട്രാവലിങ്ങിനുള്ള കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് ട്രാവലിംഗ് 15 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 100 പ്ലസ് 60 ഇൻറ്റു 15. ഡിക്ക് നമ്മൾ 15, ഡി ആണ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ആണ് ഇവിടെ 15 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ഡി. എന്ത് വരും? 100 പ്ലസ് 60 ഇൻറ്റു 15 എന്ത് വരും? 15 ഇൻറ്റു 6, 6 5 are 30, 6 പ്ലസ് 3 900 വരും അല്ലേ? ഞാൻ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ 60യുടെ ഒരു 0യും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ 900. അപ്പം മൊത്തം 1000 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 15 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ആവുന്ന കോസ്റ്റ് എന്താണ്? 1000 റുപ്പീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ ദ കോസ്റ്റ് ഓഫ് ദി ജേർണി ബി 700?
അപ്പോൾ കോസ്റ്റ് ഓഫ് ദി ജേണി എന്ന് പറയുന്നത് 700 ആണ്. ആ 700 കൊണ്ട് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? സി ആണ് നമുക്ക് 700 ആയിട്ട് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സി ഈസ് ഈക്വൽ ടു 100 + 60D. നമ്മളോട് ഹൗ മെനി കിലോമീറ്റേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സി നമുക്ക് 700 എന്ന് തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 100 + 60 × D. ഇനി നമ്മൾ 100നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? 700 - 100 ദാറ്റ് ഈസ് 600 ഈസ് ഈക്വൽ ടു 60D. ഇവിടുന്ന് ഡി എന്ത് വരും? ഡി ഈസ് ഈക്വൽ ടു 600/60. ഈ സീറോയും ഈ ഒരു സീറോയും കൂടെ ക്യാൻസൽ ആയിപ്പോൾ 60/6 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ 700 രൂപീസും കൊണ്ട് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും? 10 കിലോമീറ്റേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലീനിയർ ഗ്രോത്ത് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. Next, example 10. The height of water in a cylinder tank is 3 meter at the start of summer. The height h meter at the end of t months is given by the linear function h of t is equal to 3 - 0.5t. അപ്പോൾ നോക്കി, ഇവിടെ നമ്മളോട് സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ടാങ്കിലുള്ള വാട്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 മീറ്റർ ആണ്. അപ്പോൾ ദ ഹൈറ്റ് h മീറ്റർ അറ്റ് ദി എൻഡ് ഓഫ് t months ഈസ് ഗിവൺ ബൈ, അതായത് t monthsൽ ഉള്ള സിലിണ്ടറിക്കൽ ടാങ്കിലെ വാട്ടറിൻ്റെ ഹൈറ്റ് h മീറ്റർ, അത് നമുക്ക് ലീനിയർ ഫംഗ്ഷനിൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? h ഈസ് ഈക്വൽ ടു 3 - 0.5t. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താ? ഹൈറ്റ് എത്ര വെച്ച് കുറയുന്നുണ്ട്? 0.5 വെച്ച്. 0.5 ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ടി എന്ന് പറയുന്നത് എന്താണ്? ടി എന്ന് പറയുന്നത് മന്താണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് മന്തിൽ വാട്ടറിൻ്റെ ഹൈറ്റ് എത്രയാണ്? 3 മീറ്റർ ആണ്. അപ്പോൾ അതാണ് ഇവിടെ 0, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഹൈറ്റ് 3 മീറ്റർ ആണ്. ഇനി 1 മന്ത് കഴിയുമ്പോൾ അപ്പോൾ ടി എന്തായി? 1 ആയി. ഹൈറ്റ് എത്രയായിരിക്കും? 3 - 0.5 × 1, ദാറ്റ് ഈസ് 3 - 0.5 ദാറ്റ് ഈസ് 2.5. അപ്പോൾ ഇവിടെ ഹൈറ്റ് എത്രയായി? 2.5 ആയി. ഇനി സെക്കൻഡ് മന്തിൽ ഹൈറ്റ് എത്രയായിരിക്കും? 3 - 0.5, ടിക്ക് നമ്മൾ 2 എന്ന് കൊടുക്കുന്നു, ഇസ് ഈക്വൽ ടു 3 - 0.5 × 2 ഈസ് 1. അപ്പോൾ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പം സെക്കൻഡ് മന്തിൽ എന്തായി? വാട്ടറിൻ്റെ ഹൈറ്റ് 2 മീറ്ററായി. ഇനി അടുത്തത് തേർഡ് മന്തിൽ അപ്പോൾ ടിക്ക് 3 എന്ന് കൊടുക്കും. അപ്പോൾ ഹൈറ്റ് എത്രയാവും? 1.5. ഫോർത്ത് മന്തിൽ ടിക്ക് 4 എന്ന് കൊടുക്കും ഈ ഇക്വേഷനകത്ത്. അപ്പോൾ ഹൈറ്റ് എത്രയായി? 1 ആയി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇൻ ദി എക്സാമ്പിൾ എബവ് ആസ് ദ വാല്യൂ ഓഫ് ടി ഇൻക്രീസസ് ബൈ എ ഫിക്സ്ഡ് നമ്പർ. ഇവിടെ ടിയുടെ വാല്യൂ 1 മന്ത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ വാല്യൂ ഓഫ് ദി ഹൈറ്റ് എച്ച് ഡിക്രീസസ് ബൈ എ ഫിക്സ്ഡ് നമ്പർ അല്ലേ? ഹൈറ്റ് എന്താകുന്നു? ഇവിടെ ഡിക്രീസ് ആകുന്നു. എത്ര വെച്ചാണ്? 0.5 വെച്ച് ഇവിടെ ഡിക്രീസ് ആകുന്നു. ദെർഫോർ ദിസ് എക്സാമ്പിൾ റെപ്രസെൻറ്റ്സ് ലീനിയർ ഡീകെ. അപ്പോൾ ഈ എക്സാമ്പിൾ ലീനിയർ ഡീകെയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സാമ്പിളാണ്. ഇവിടെ മന്ത് ഒരു ഫിക്സ്ഡ് നമ്പർ ഇൻക്രീസ് ആയപ്പോൾ ഹൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു ഫിക്സ്ഡ് നമ്പർ ഡിക്രീസ് ആകുന്നു, 0.5 വെച്ച് ഡിക്രീസ് ആകുന്നു. ലീനിയർ ഗ്രോത്തിൽ നമ്മൾ എന്താ കണ്ടത്? രണ്ടും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും, ഒരു ഫിക്സ്ഡ് നമ്പർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ലീനിയർ ഗ്രോത്ത്. ലീനിയർ ഡീകെയിൽ ഒന്ന് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് അടുത്തത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആകുന്നു. അത് ലീനിയർ ഡീകെയ്ക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. എനിക്ക് വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദി വാട്ടർ അറ്റ് ദി എൻഡ് ഓഫ് 5 months. 5 monthsൻ്റെ എൻഡിൽ വാട്ടറിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം മന്ത് നമുക്ക് ഇവിടെ ടി നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? h ഈസ് ഈക്വൽ ടു 3 - 0.5 × ടി എത്രയാണ്? 5 ഈസ് ഈക്വൽ ടു 3 - 2.5. 0.5ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2.5. അപ്പോൾ എന്ത് വരും? 3 - 2.5 ഈസ് 0.5.
5 എന്ന് വരും. ഓക്കെ, നോക്കിയേ 3, 2.5 മൈനസ് ഇത് ക്യാൻസലായി 2 ആവും, ഇവിടെ 10 ആവും. 10 - 5 is 5. കണ്ടോ, 0.5 മീറ്റർ എന്ന് കിട്ടി. ലീനിയർ ഗ്രോത്ത് ഡിസ്ക്രൈബ്സ് എ ലീനിയർ പാറ്റേൺ വേർ എ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ബൈ എ കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓവർ ഈക്വൽ ഇൻ്റർവെൽസ്. സിമിലർലി ലീനിയർ ഡീകേ ഡിസ്ക്രൈബ്സ് എ ലീനിയർ പാറ്റേൺ വേർ എ ക്വാണ്ടിറ്റി ഡിക്രീസസ് ബൈ എ കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓവർ ഈക്വൽ ഇൻ്റർവെൽസ്. അപ്പോൾ ലീനിയർ ഗ്രോത്ത് എന്താണ്? ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഈക്വൽ ഇൻ്റർവെൽസിൽ ഇൻക്രീസ് ആവുന്നു. ലീനിയർ ഡീകേയിൽ ക്വാണ്ടിറ്റി ഡിക്രീസസ് ബൈ എ കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓവർ ഈക്വൽ ഇൻ്റർവെൽസ്. ഈക്വൽ ഇൻ്റർവെൽ ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഡിക്രീസ് ആവുന്നു. അപ്പോൾ ലീനിയർ ഗ്രോത്തും ലീനിയർ ഡീകേയും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സസൈസാണ് ചെയ്യാനുള്ളത്. ഇതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.